ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. കുറച്ചധിക ദിവസങ്ങളായില്ലേ നമ്മൾ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് പയറ്റി നോക്കിയിട്ട്. കലോത്സവത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഫേസ് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ ചെയ്യാമെന്ന് കൂലങ്കുഷമായി ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കോഫി പൗഡറിൻ്റെ ഗുണങ്ങളെപ്പറ്റി ചിന്തിച്ചത്. പിന്നെ അങ്ങോട്ട് ഒട്ടും അമാദിച്ചില്ല. അപ്പോൾ ആദ്യം കുറച്ച് പാലാണ് എടുത്തത്. പാലെടുത്തതിന് ശേഷം നമ്മളുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുത്തു. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളി എടുത്തു. തക്കാളിയിലോട്ട് കുറച്ച് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം മസാജ് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഞാൻ എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു സംഗതിയാണ്, ഒരു പൗഡറാണ്, ഹോം മെയ്ഡ്, ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫ്ലാക്സീഡ്, ഉലുവ, അരി, ഇത് മൂന്നും കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പൗഡറാണ്. അതിനകത്തോട്ട് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് അത് വെച്ച് നന്നായിട്ടൊരു മസാജും കൂടെ കൊടുക്കുക. ഫ്ലാക്സീഡും ഉലുവയും പച്ചരിയും ഇതെല്ലാം നമ്മളുടെ സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്ന സംഗതികളാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് മാസ്കാണ് ഇടുക എന്നുള്ളതിന് എനിക്കധികം ചിന്തിക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് 3 സംഗതികളാണ്. ഒന്ന് എഗ്ഗ് വേണം, കോഫി പൗഡർ, ടിഷ്യൂ പേപ്പർ. സത്യത്തിൽ ഈ പീൽ ഓഫ് മാസ്ക് ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ എഗ്ഗ് ഉണ്ടല്ലോ, നമ്മളുടെ അയഞ്ഞ സ്കിന്നിനെ കുറച്ചും കൂടെ ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ കോഫി പൗഡറിലും ഉണ്ട് കേട്ടോ ഗുണങ്ങൾ. നമ്മളുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. ഞാനിതിൽ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലോവേരയും ഉലുവയും ഒക്കെ നമ്മളുടെ സ്കിന്നിനെ കുറച്ചും കൂടെ തിളക്കമുള്ളതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല കേട്ടോ, നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുകയും ചെയ്യും. പീൽ ഓഫ് മാസ്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് അഴിച്ചെടുക്കുന്നത്. ഇത് സ്കിന്നിലിട്ടാൽ വെളുത്തിട്ട് പാറൊന്നുമില്ല, എന്നാലും നമ്മളുടെ ഫേസിൽ വന്നിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.